അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികൾ, സൂറത്തുൽ ജിന്ന് ആധ്യാത്മിക, ശാസ്ത്രീയ, സമകാലിക ഗവേഷണ പഠനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. സൂറത്തുൽ ജിന്ന് അതിൻ്റെ ആമുഖം നമ്മൾ പറയുകയാണെങ്കിൽ, ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും സുപ്രധാനമായ സ്ഥാനമുള്ള അദൃശ്യ ലോകത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ സൂറ 72 അധ്യായമായ സൂറത്തുൽ ജിന്ന്. ഇതിലാകെയുള്ളത് 28 വചനങ്ങളാണ്. ഇത് മക്ക കാലഘട്ടത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കൂട്ടം ജിന്നുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കുകയും അതിൽ വിശ്വസിച്ച് സ്വന്തം സമൂഹത്തിലേക്ക് പ്രബോധകരായി തിരിച്ചു പോവുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമാണ് ഈ അധ്യായം നമ്മളോട് വിവരിക്കുന്നത്. അതിൽ ജിന്നുകളുടെ വിശ്വാസവും തൗഹീദും, ജിന്നുകൾക്കിടയിലുള്ള ധാർമ്മികമായ വിഭജനവും, അള്ളാഹു അല്ലാത്തവരിൽ അഭയം തേടുന്നതിൻ്റെ നിരോധനവും, അദൃശ്യ കാര്യങ്ങളെക്കുറിച്ച് അറിവ് അള്ളാഹുവിന് മാത്രമാണെന്ന് അവകാശപ്പെട്ട വളരെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം എന്താണ് എന്ന് നോക്കാം. ചരിത്രപരമായി നമ്മളിത് പഠിക്കുമ്പോൾ സൂറത്തുൽ ജിന്ന് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ ആദ്യകാലങ്ങളിലാണ് എന്ന് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ ആ റിസാലത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനം നടത്തുന്ന മക്കൻ കാലഘട്ടത്തിൽ എതിർപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിലെത്തുന്നൊരു അവസ്ഥയിൽ എല്ലായിടത്തു നിന്നും വളരെ ശക്തമായ എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നൊരു സമയത്താണ് ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നത് എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉക്കാല ചന്തയിലേക്ക് പോകുന്നതിനിടെ നഖലയിൽ വെച്ച് സുബഹി നമസ്കരിക്കുമ്പോൾ ഒരു സംഘം ജിന്നുകൾ ഖുർആൻ കേൾക്കുകയുണ്ടായി. ഈ സംഭവം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ടിരുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ വഹിയിലൂടെയാണ്, വെളിപാടിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വിവരം അറിയിക്കുന്നത്. അതാണ് ഈ ഒരു സൂറയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് മക്കയിൽ കടുത്ത എതിർപ്പ് വിധേയമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അദൃശ്യരായ ഒരു വിഭാഗം ജീവികൾ, അതായത് ജിന്നുകൾ, ആ സന്ദേശത്തെ ഉടൻ അംഗീകരിക്കുകയും അത് ആവാഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് തങ്ങളുടെ സമൂഹത്തിൽ പ്രബോധനം നടത്താൻ സന്നദ്ധരാകുന്ന ഒരു വലിയ ഒരു സംഭവത്തെ ഖുർആൻ അതിൻ്റെ ഏറ്റവും വലിയ സത്യസന്ധതക്കും അതിൻ്റെ സാർവജനീനതക്കും സാർവത്രികതക്കും ലഭിച്ച ഏറ്റവും വലിയ സ്ഥിരീകരണമായി കണക്കാക്കപ്പെടുകയാണ്. മനുഷ്യ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സന്ദർഭത്തിൽ ജിന്നുകളുടെ ഈ വിശ്വാസ പ്രഖ്യാപനവും പ്രവാചകൻ്റെ ദൗത്യത്തിന് അള്ളാഹുവിൻ്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ലക്ഷ്യത്തെയും ആ വഹീൻ്റെ ദിവ്യമായ ഉറവിടത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സുപ്രധാനമായ ദൈവശാസ്ത്രപരമായ ഘടകമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ജിന്നിൻ്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്താണ് ജിന്നുകൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം, ഒരു ചെറിയൊരു മുഖവുര നമ്മൾ നടത്തേണ്ടത്. അവർ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തരായ സൃഷ്ടികളാണ്. ഖുർആൻ പറയുന്നതനുസരിച്ച് ജിന്നുകൾ പുകയില്ലാത്ത തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യരാകട്ടെ ഭൂമിയിൽ നിന്ന്. മനുഷ്യന് മുമ്പേ ജിന്നുകൾ ഭൂമിയിൽ വസിച്ചിരുന്നു എന്ന് ചില തെളിവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജിന്നുകൾ അദൃശ്യരാണെങ്കിലും മനുഷ്യരെ പോലെ അവർക്ക് കുടുംബങ്ങൾ ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. മുസ്ലിം ജിന്ന്, അതുപോലെ തന്നെ മൊറാലിറ്റി ഇല്ലാത്തവരെ കാഫിർ ജിൻ, അതായത് വിശ്വസിക്കാത്തവരെ. അപ്പോൾ അവർ ജിന്നുകളിൽ നിന്ന് മുഅ്മിനീങ്ങളുമുണ്ട്, കാഫിരീങ്ങളുണ്ട്, കുഫാറുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആ സമയം, ഇബ്ലീസ് ഒരു ജിന്നാണ്, അവനാണ് പിശാചായി മാറുന്നത്. ജിന്നുകൾക്ക് രൂപമാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അവ പലപ്പോഴും പാമ്പുകളായോ മറ്റു മൃഗങ്ങളായോ മനുഷ്യരൂപത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇസ്ലാമിക പ്രപഞ്ചശാസ്ത്രത്തിൽ ജിന്നുകൾ മനുഷ്യരെ പോലെ അള്ളാഹുവിൻ്റെ വിധിക്കും പ്രതിഫലനത്തിനും വിധേയരാണ്.
ഇത് സൃഷ്ടിപരമായ വ്യത്യാസങ്ങൾക്കിടയിലും ഇരു വിഭാഗങ്ങൾക്കുമുള്ള തുല്യമായ ധാർമ്മിക ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ നൽകപ്പെട്ട നിയമങ്ങളെപ്പോലെ ജിന്നുകൾക്കും നിയമങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തത് നമ്മൾ ഈ സൂറയിൽ പഠിക്കുന്നത് ഈ തൗഹീദ് ജിന്നുകൾ പ്രഖ്യാപിക്കുകയും അവ സത്യസാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന രംഗത്തെക്കുറിച്ചാണ്. അവർ പറയുന്നു, സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കം തന്നെ ജിന്നുകളുടെ മനോഹരമായ പ്രസ്താവനയെക്കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, തീർച്ചയായും ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു. യഹ്ദി ഇല റുശ്ദി ഫആമന്ന, അത് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഫആമന്ന, ഇനിമേൽ ഞങ്ങളുടെ അള്ളാഹുവിനോട് ഞങ്ങൾ ആരെയും പങ്കുചേർക്കുകയില്ല. വലം നുശ്രിക ബിറബ്ബിനാ അഹദ, അത്ര കൃത്യമായിട്ട് എന്ത് മനോഹരമായ വചനമാണ് ഇത്. സത്യസന്ധമായ സത്യത്തെ തേടി വെമ്പൽ കൊള്ളുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു തെളിനീരായി രൂപാന്തരപ്പെടുകയാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനം. യഥാർത്ഥത്തിൽ ജിന്നുകൾ ഈ തൗഹീദിനെ ഉറപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിന് ഭാര്യമാരോ മക്കളോ ഇല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുകയും ഈ പ്രഖ്യാപനം ഒരു പ്രീ ഇസ്ലാമിക് അറബികൾ, അതായത് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന അറബികൾ ജിന്നുകളെ അള്ളാഹുവിൻ്റെ കൂട്ടാളികളായി കാണുകയും അവരെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. ഈ ഒരു തെറ്റിദ്ധാരണയെ ജിന്നുകൾ തന്നെ നിരാകരിക്കുന്ന ഒരു രംഗമാണ് ആദ്യത്തെ ആ വചനങ്ങളിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ തീർത്തും അന്യായമായ ഈ ഒരു ഷിർക്കിനെ മുൻകാലങ്ങളിൽ തങ്ങളുടെ സമൂഹത്തിലെ വിഡ്ഢികളായ ചില ആളുകൾ വിശ്വസിച്ചിരുന്നു എന്നതും അത് പൂർണ്ണമായും ഞങ്ങൾ നിരാകരിച്ചിട്ടുണ്ട് എന്ന ഏറ്റുപറച്ചിൽ കൂടിയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. പിന്നീട് പറയുന്നത് ജിന്നുകളിലും മനുഷ്യരെ പോലെ തന്നെ നല്ലവരുമുണ്ട്, മോശപ്പെട്ട ആളുകളുമുണ്ട് എന്നാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് വിശുദ്ധ ഖുർആൻ പറയാണ്, നമ്മുടെ കൂട്ടത്തിൽ സദ്വൃത്തരുണ്ട്, നല്ലവരുണ്ട്, അതല്ലാത്ത ആളുകളുമുണ്ട്, ഞങ്ങൾ ഒരുപാട് വിഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാലിഹീങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ലവരുണ്ട്, മോശക്കാരുണ്ട്, അനീതി നടപ്പിലാക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ജിന്നുകൾ അവരുടെ വിഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, ആ ആളുകളിൽപ്പെട്ട നല്ലവരായ വിശ്വസിച്ച ജിന്നുകളാണ് ഉറപ്പിച്ചു പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിൽ അള്ളാഹുവിനൊരു പങ്കാളിയുമില്ല എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി നമ്മൾ അടുത്ത ഒരു പഠനത്തിലേക്ക് കടക്കുന്നത് മനുഷ്യനും ജിന്നും തമ്മിലുള്ള പരസ്പരാശ്രയത്തെക്കുറിച്ചാണ്. ജിന്നുകളുടെ അസ്തിത്വം ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ള ഇടപെടലുകൾക്കും ആശ്രയത്വത്തിനും കർശനമായ അതിർവരമ്പുകൾ ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കും, മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളിൽ അഭയം തേടാറുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ അവർക്ക് കൂടുതൽ അഹങ്കാരം വർദ്ധിച്ചു. ഈ വചനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ജിന്നുകളിലേക്ക് അഭയം തേടുന്നത് കുഫ്രാണ്, ഷിർക്കാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ജിന്നുകളോട് സഹായം തേടുന്നതിനെ പറ്റിയുള്ള വിലക്ക് പഴയ പ്രീ ഇസ്ലാമിക് എറ മുമ്പ് തന്നെ നിലനിന്നിരുന്നു. അതൊരു ദുരാചാരമായിരുന്നു. അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് പ്രവാചകന്മാർ പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവ് സ്വന്തമായി അവകാശപ്പെടുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തെ കൂടി വിശദീകരിച്ചു തരികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. അദൃശ്യമായ ശക്തികളെ നമ്മൾ ആഗ്രഹിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യാതെ
ഇസ്ലാമിലെ തൗഹീദ് എന്ന അടിസ്ഥാന തത്വത്തെ ശക്തമായി ഉൾക്കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അള്ളാഹുവിന് മാത്രമാണ് സംരക്ഷണം നൽകാൻ കഴിയുള്ളവനെന്നും മനുഷ്യനും ജിന്നുകളും തമ്മിൽ പരസ്പര സഹായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിനോട് ബന്ധപ്പെടേണ്ടതിൻ്റെയോ ആവശ്യകതയില്ലെന്നും വിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. അതായത് അവർ അത് ചെയ്തു തരും എന്ന വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഒരു ഡോക്ടറെ കാണുന്നത് പോലെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കാണുമ്പോഴും അത് ചെയ്യുന്നവൻ പടച്ച റബ്ബാണെന്ന് വിശ്വസിക്കുന്ന സബബ് മാത്രമാണ്, അസ്ബാബുകൾ മാത്രമാണ് ഇവകൾ എന്ന് വിശ്വസിക്കലാണ്. ഇനി നമ്മൾ ശാസ്ത്രീയവും പ്രപഞ്ചപരവുമായ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഷിഹാബൻ റസദ എന്ന ഒരു വാക്ക്, ഷിഹാബ്. എന്താണ് ഈ ഷിഹാബ് എന്ന് പറഞ്ഞാൽ? സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ നടത്തുന്ന സുപ്രധാനമായ ഒരു പ്രപഞ്ചപരമായ നിരീക്ഷണമുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആകാശത്ത് സ്പർശിക്കാൻ ശ്രമിച്ചു, അപ്പോൾ ശക്തരായ കാവൽക്കാരെയും എരിയുന്ന തീജ്വാലകളെയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. മുമ്പ് അത് അടുത്ത ആയത്തിൽ പറയാണ്, മുമ്പ് ആകാശത്തിലെ രഹസ്യങ്ങൾ കേൾക്കാനായി നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ അവനെ കാത്തിരിക്കുന്നത് തീജ്വാലകളായിരിക്കുമെന്ന് അവർ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഇതിൻ്റെ ക്ലാസിക്കൽ വായനയനുസരിച്ച്, പരമ്പരാഗതമായ പഴയ തഫ്സീറുകൾ അനുസരിച്ച് വിശദീകരിച്ച് നോക്കുമ്പോൾ, പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വെളിപ്പെടുത്താൻ തുടങ്ങിയതോടെ സ്വർഗീയ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന പിശാചുക്കളായ ജിന്നുകളെ തടയാൻ വേണ്ടിയാണ് അള്ളാഹു ഈ പ്രതിരോധം ശക്തമാക്കിയത്. ഈ തീജ്വാലകൾ പലപ്പോഴും ഉൽക്കകളോ അല്ലെങ്കിൽ അതിന് സമാനമായ അഗ്നിശകലങ്ങളോ ആയി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഈ പ്രതിഭാസം അള്ളാഹു തൻ്റെ ദൂതൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന വെളിപാടിനെ അദൃശ്യമായ ശക്തികളുടെ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കാനെന്ന എന്ന ഒരു തത്വത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്നൊരു ലക്ഷ്യത്തിലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധ്യമാകും. ഇനി ഇതിൻ്റെ ഒരു ജ്യോതിശാസ്ത്രപരമായ കണ്ടെത്തലുകളെ കുറിച്ച്, അതിൻ്റെ ഒരു ഫൈൻഡിങ്സിനെ കുറിച്ച് നമുക്ക് പഠിച്ചു നോക്കിയാൽ, ഷിഹാബ് എന്ന അറബ് പദം യഥാർത്ഥത്തിൽ ഉൽക്കകളുമായി ബന്ധിപ്പിക്കുമ്പോൾ ആധുനിക ജ്യോതിശാസ്ത്രപരമായ വെല്ലുവിളികൾ ഉടലെടുക്കുന്നുണ്ട്. ശാസ്ത്രീയ വീക്ഷണത്തിൽ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കത്തിയെരിയുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങളാണ്. ഇത് പ്രവാചകത്വത്തിന് മുമ്പോ ശേഷമോ ആരംഭിച്ച ഒരു പ്രതിഭാസമല്ല, മറിച്ച് പ്രകൃതിപരമായ ഒന്നാണ്. ഈ പ്രകൃതി പ്രതിഭാസത്തെ പ്രത്യേകിച്ചും ഇസ്ലാമിക വെളിപാടിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു ശിക്ഷാ സംവിധാനമായി വ്യാഖ്യാനിക്കുന്നത് ആധുനിക ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്ന ഒരു വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് തുടർ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ഖുർആന്റെ പ്രപഞ്ചപരമായ പരാമർശങ്ങളെ ശാസ്ത്രീയ വീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്ന ആധുനിക വ്യാഖ്യാതാക്കൾക്കിടയിലാണ് ഈ ഒരു സംവാദം ശക്തമായി നടക്കുന്നത്. ഇത് നമുക്ക് തുടർ പഠനത്തിന് വീണ്ടും ഷിഹാബ് എന്ന ജിന്ന് സൂറത്തിലെ പദത്തിൻ്റെ ജ്യോതിശാസ്ത്രപരമായ കണ്ടെത്തലുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും എന്ന ഒരു ക്ലാസ് നമുക്ക് വീണ്ടും എടുത്ത് നമ്മൾ അതിലേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ ഒരു ആലങ്കാരികവും അതിൻ്റെ മെറ്റാഫിസിക്കലുമായ സമീപനത്തെക്കുറിച്ച്, ഷിഹാബ് എന്ന പദത്തിൻ്റെ അതിൻ്റെ ഒരു മെറ്റാഫിസിക്കൽ സമീപനം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആലങ്കാരിക പ്രയോഗം എന്താണ് എന്ന് നമുക്ക് പ്രപഞ്ചശാസ്ത്രപരമായി നിലനിൽക്കുന്ന ഈ വൈരുദ്ധ്യം പരിഹരിക്കുന്നതിന് ചില ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കൾ ഷിഹാബ് എന്ന സങ്കല്പത്തിന് അക്ഷരാർത്ഥമല്ലാത്ത പുനർവായന നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അക്ഷരാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? തീജ്വാല എന്നുള്ളതാണ് അക്ഷരത്തിലെ ആ വാക്കിൻ്റെ. പക്ഷേ രണ്ട് മെറ്റാഫിസിക്കൽ പ്രതിരോധം നടത്തുന്നുണ്ട്. ഷിഹാബ് എന്നത് ഭൗതിക ആകാശത്തിലെ ഉൽക്കകളെക്കുറിച്ചുള്ള വിവരണമല്ല, മറിച്ച് ജിന്നുകളുടെ ലോകത്തെ ഒരുതരം ഭൗതികമല്ലാത്ത അഗ്നിജ്വാലയോ അല്ലെങ്കിൽ അദൃശ്യ ലോകത്തെ വിവരങ്ങളുടെ ചോർച്ച തടയാനുള്ള പ്രതിരോധ സംവിധാനമോ ആണ്. ജിന്നുകളുടെ ലോകം മനുഷ്യന്റെ സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായതിനാൽ അവരുടെ ഭൗതികശാസ്ത്രപരമായ അനുഭവങ്ങളും മനുഷ്യരുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്കതിനെ കൃത്യമായി വിവരിക്കാൻ സാധ്യമല്ല അർത്ഥത്തിലേക്ക് അതിനെ നമുക്ക് കൊണ്ടുപോകാം. ഇനി അതല്ല, അതൊരു ആലങ്കാരിക വിവരണമാണ് എന്ന് നമുക്ക് പറയാം. സ്വർഗം
ശ്രദ്ധിച്ചു കേൾക്കാൻ തീജ്വാലകൾ എന്നിവയെല്ലാം അലങ്കാരികമായി ദൈവീക സന്ദേശത്തിൻ്റെ ആധികാരികതയും സുരക്ഷതയും ഉറപ്പാക്കുന്ന ഒരു ഉന്നതമായ ക്രമീകരണത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഏതായിരുന്നാലും ഇതൊരു സംവാദാത്മകമായ പഠനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ചുള്ള തുടർ ഗവേഷണ പഠനങ്ങൾ നമുക്ക് ഈ വിഷയവുമായിട്ട് തന്നെ അടുത്ത സെഷനുകളിൽ നൽകാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു സമകാലിക പഠനം എന്ന് നോക്കാം. ജിന്നു സൂറത്തുമായി ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജിന്ന് എന്ന സങ്കല്പം എന്താണ്? അത് നമ്മൾ പഠിക്കേണ്ടത് ആന്ത്രോപോളജി, നരവംശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ചാണ്. നമ്മൾ സാധാരണ നമ്മുടെ മുസ്ലിമീങ്ങളിൽ ജിന്നുകളിലുള്ള വിശ്വാസം ഒരു സാംസ്കാരിക ആത്മീയ യാഥാർത്ഥ്യമായി ഇന്ന് നിലനിൽക്കുന്നു. ജിന്നുകൾ, ഗുഹകൾ, ശ്മശാനങ്ങൾ, വിജനമായ സ്ഥലങ്ങൾ, വീടുകൾ എന്നിവിടങ്ങളിൽ വസിക്കുന്ന ഒരു സംഭവമായി നമ്മൾ ജിന്നിനെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ കരുതുന്നു. ജിന്നുകൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കാനോ ബാധിക്കാനോ ചിലപ്പോൾ സഹായിക്കാനോ സാധിക്കുമെന്ന് വിശ്വസിക്കും. അങ്ങനെ സംഗതി ഉണ്ട്, അതൊരു ഹഖായിഖാണ്. ജിന്നുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വീടുകളും മേലസുകളും ഒക്കെ നമ്മൾ ധരിക്കാറുണ്ട്. നരവംശാസ്ത്രപരമായ പഠനങ്ങളിൽ ജിന്നുകളുടെ ഉപദ്രവങ്ങൾ പലപ്പോഴും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളോടുള്ള പ്രതികാരമായോ അല്ലെങ്കിൽ ജിന്നുകൾക്ക് മനുഷ്യനോട് ലൈംഗികാകർഷണം തോന്നുന്നതിൻ്റെ ഫലമായോ ആണ് വിശദീകരിക്കപ്പെടുന്നത്. ഈ വിശ്വാസ മാതൃകകൾ വ്യക്തിപരമായ ദുരിതങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും ഒരു ധാർമ്മികവും സാംസ്കാരികവുമായ വിശദീകരണം നൽകുന്നുണ്ട്. ജിന്ന് വിശ്വാസം ഖുർആൻ പാരായണം പോലുള്ള ആചാരപരമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ദുരിതത്തെ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം സമൂഹത്തിന് നൽകുന്നു. ഇങ്ങനെ ജിന്നിൻ്റെ ആ ഒരു സങ്കല്പം ഇന്ന് സമുദായത്തിൽ എല്ലാ മതങ്ങളിലും ഉണ്ട് എന്നതുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നൊരു ഹഖീഖത്താണ്. ജിന്നുകളുടെ ആ ഒരു പ്രയോഗം ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അതേപോലെ ആധുനിക ഗവേഷകർക്കിടയിലും എന്താണ് ജിന്നുകളെക്കുറിച്ചുള്ള ഒരു പരാമർശം എന്നാണ് നമ്മൾ ഇനി അടുത്ത ഇതിൻ്റെ ഒരു പഠനത്തിലേക്ക് കടക്കുന്നത്. ഖുർആനിലെ ജിന്നുകളുടെ പരാമർശം യഥാർത്ഥത്തിൽ അത് അതിൻ്റെ അക്ഷരത്തിൻ്റെ അർത്ഥത്തിലെടുക്കണോ അതോ ആലങ്കാരികമായി വ്യാഖ്യാനിക്കണമോ എന്നതിനെക്കുറിച്ച് ശക്തമായ സംവാദം പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിക്കൽ വായന എന്ന് പറഞ്ഞാൽ പഴയകാല പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമനുസരിച്ച് ഖുർആനിലും ഹദീസുകളിലും ജിന്നുകളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ അക്ഷരാർത്ഥത്തിലുള്ള നിലനിൽപ്പ്, അതായത് ലിറ്ററൽ എക്സിസ്റ്റൻസ്, അതിനെ നമ്മൾ അംഗീകരിക്കണം. അത് ഈമാനിൻ്റെ ഭാഗമായി കണക്കാക്കും. തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിക്ക് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് ഈ വിശ്വാസം നിലനിൽക്കുന്നതെന്നും തിരുവെഴുത്തുകളിലെ പരാമർശം മാത്രം മതിയായ തെളിവാണെന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതാണ് പ്രബലമായ അഭിപ്രായം. അതായത് ഖുർആനിലും ഹദീസിലും എന്താണ് വിശദീകരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ യുക്തിപരമായ ചിന്തകളിലേക്ക് കടക്കാം. ഇത് രണ്ടാമത്തതൊന്ന് യുക്തിവാദപരമായ ഒരു പുനർവായന ചില പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ചില ആധുനിക പണ്ഡിതന്മാർ ജിന്ന് എന്ന പദത്തിന് വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. സൂറത്ത് ജിന്നിലും മറ്റു സന്ദർഭങ്ങളിലും പരാമർശിക്കപ്പെട്ട ജിന്നുകൾ പുകയില്ലാത്ത തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അദൃശ്യമായ ജീവികളല്ല, മറിച്ച് മറഞ്ഞിരിക്കുന്ന മനുഷ്യ വിഭാഗങ്ങളെയാണ് എന്ന് വിശദീകരിച്ചത്. ഇത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് പറഞ്ഞത്. ഈ ഒരു വിശ്വാസത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആദ്യത്തെ പരമ്പരാഗതമായ നമ്മുടെ തഫ്സീറുകളിൽ കണ്ട ഈ വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു യുക്തിവാദപരമായ പുനർവായന നടത്തുമ്പോൾ സൂറത്തുൽ ജിന്നിലെ ജിന്നുകൾ ഖുർആൻ കേട്ട ശേഷം പ്രകടിപ്പിക്കുന്ന ചിന്താപരവും ധാർമ്മികവുമായ പ്രതികരണങ്ങൾ മനുഷ്യരുടെ ഇതിന് സമാനമാണ് എന്ന ഒരു വീക്ഷണത്തിലേക്ക് എത്തും. ഏതായാലും അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. അത് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തൊരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ് ജിന്നുവാദയും മാനസികാരോഗ്യവും അതിൻ്റെ വൈദ്യശാസ്ത്രവും സാംസ്കാരിക വീക്ഷണവും വിശദീകരണവും എന്താണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ വിശദീകരണം നമുക്ക് നൽകാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.